ഓക്കെ, നമ്മൾ നേരത്തെ വീഡിയോ ചെറുതായിട്ട് കട്ടായി പോയിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ്റെ കണക്കെന്താകണം നമ്മളൊന്നുകൂടെ ചെയ്യുകയാണ്. രാജൻ ആൻഡ് സാജൻ ആർ പാർട്ണേഴ്സ്. ഓക്കെ, നമ്മളിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞിട്ടുള്ളത് പ്രോഫിറ്റ് 1,82,000 എന്നാണ് പറഞ്ഞത്. 1,82,000 പ്രോഫിറ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. അതാണത് നമ്മളിതാ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 1,82,000 പ്രോഫിറ്റ് രേഖപ്പെടുത്തി. പിന്നെ നമ്മൾ പറഞ്ഞു ഈ 40,000 30 4 ലക്ഷം 3 ലക്ഷം ഇതെന്തായാലും നമ്മൾ രേഖപ്പെടുത്തില്ല. അതിൻ്റെ കാരണം ക്യാപിറ്റലും ഡ്രോയിങ്സ് എന്തായാലും രേഖപ്പെടുത്തില്ല. അതേസമയം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഒക്കെ എന്തായാലും രേഖപ്പെടുത്തും. ഈ രണ്ട് സാധനം എന്തായാലും രേഖപ്പെടുത്തില്ല. പ്രത്യേകം എന്താക്കുക ഓർമ്മിച്ച് വെക്കുക. പിന്നെ പാർട്ണർഷിപ്പിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? 2,000 സാലറി പറഞ്ഞിട്ടുണ്ട്. 2,000 എന്താക്കിയിട്ടുണ്ട്? സാലറി പറഞ്ഞിട്ടുണ്ട്. 2,000 മാസത്തിലാണ് സാലറി. അപ്പോൾ അതിനെന്താക്കണം? വർഷത്തിലേക്ക് മാറ്റണം. 2,000 × 12 = 24,000. അത് ആർക്കാണ് പറഞ്ഞത്? രാജനാണ്. അപ്പോൾ രാജന് സാലറി 24,000. അതാണ് നമ്മൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ രേഖപ്പെടുത്താനുള്ള കാരണം എന്താ? അതൊക്കെ അയാളുടെ ക്യാപിറ്റലിനെ കൂട്ടുന്ന സാധനങ്ങളാണ്. ക്യാപിറ്റലിനെ കൂട്ടുന്ന എല്ലാ സാധനവും ഇവിടെയാണ് നമ്മൾ എന്താക്കുക? രേഖപ്പെടുത്തുക. കുറക്കുന്ന സാധനങ്ങളാണ് എന്താ നമ്മൾ ഇവിടെ രേഖപ്പെടുത്തുക. ഓക്കെ, അടുത്തത് നമ്മൾ ഇവിടെ എന്താണ്? കമ്മീഷൻ 10,000 ഉണ്ട്. ഈ കമ്മീഷൻ 10,000 പിന്നെ ഇയർ ബൈസ് ആണ്, മന്തല്ല. അതുകൊണ്ട് അത് നേരിട്ട് ഉണ്ടാക്കിയാൽ മതി. ഇവിടെ 10,000 നമ്മൾ രേഖപ്പെടുത്തി. ഓക്കെ, ഇനി പിന്നെ ഇതിൽ നമുക്ക് പറയാനുള്ളത് പിന്നെ രണ്ടാൾ 30,000 എന്താക്കിയിട്ടുണ്ട്? പിൻവലിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ 30,000 പിൻവലിച്ചത് നമുക്ക് പ്രശ്നമല്ല. അതിന് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ് ഉണ്ടോ നോക്കണം. ഉണ്ട്, 750 250. അതാണ് നമ്മൾ ഇവിടെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അത് ക്യാപിറ്റലിനെ കുറക്കുന്ന സാധനങ്ങളാണ്. ക്യാപിറ്റലിനെ കുറക്കുന്ന സാധനങ്ങൾ നമ്മൾ ഇവിടെയാണ് രേഖപ്പെടുത്തേണ്ടത്. പിന്നെ നോക്കുക. ഓക്കെ, അപ്പോൾ അത്രയും സാധനങ്ങളാണ് നമ്മളോട് രേഖപ്പെടുത്താൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 8%. 8% എന്തുണ്ട്? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഉണ്ട്. 8% ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. അതാണ് 4 ലക്ഷത്തിൻ്റെത്. പിന്നെ 32,000. പിന്നെ 3 ലക്ഷത്തിൻ്റെത് 24,000. ഇത് രണ്ടും കൂടെ കൂട്ടി 56,000. ഇനി നമ്മൾ എന്താവുകയാണ്? ഇത് ബാലൻസ് ചെയ്യാണ്. ബാലൻസ് ചെയ്യുന്ന സമയത്ത് ഈ ഭാഗമാണ് കൂടുതൽ. 250 250 1000. 1,83,000 നമ്മളിവിടെ ഇവിടെ നോക്കുക. ടോട്ടൽ കൂട്ടിക്കഴിഞ്ഞാൽ 90,000 കിട്ടുക. 1,83,000 നിന്ന് 90,000 കുറച്ച് കഴിഞ്ഞാൽ 93,000 കിട്ടും. ഈ 93,000 ഇങ്ങനെ എഴുതാം. പക്ഷേ അതെന്താക്കണമെന്നത് വിഹിതം വെച്ച് കൊടുക്കണം. ഇവരത് 2:1 എന്നുള്ളതാണ് ഇവരുടെ റേഷ്യോ വരുന്നത്. അപ്പോൾ 93,000 × 2/3 93,000 × 1/3. അപ്പോൾ ഇങ്ങനെയാണെന്നുണ്ടാകുക അവർക്ക് കിട്ടുക. ഒരാൾക്ക് 62,000, ഒരാൾക്ക് 31,000. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ വീണ്ടും എന്താക്കിയിട്ടുണ്ട്? ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ്റെ കണക്കാണ് തന്നിട്ടുള്ളത്. പിന്നെ ഇനി അത് കഴിഞ്ഞതിൻ്റെ ശേഷം വരുന്ന സാധനം ഇത് നിങ്ങളെന്താക്കണം? സ്വന്തമായിട്ടൊന്ന് ചെയ്യണം. ഇതിൽ കാര്യമായിട്ടൊന്നും ഇതില്ല, പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുള്ള സാധനങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഒന്ന് സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കുക. പിന്നെ ഇനി ഇത് കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് വരുന്നത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളതാണ്. ഇൻട്രസ്റ്റ് ഓൺ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഫസ്റ്റ് 40,000 ഞാനിവിടെ ചെയ്യുന്നില്ല, നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക. ഇതേ സെയിം കണക്കുകൾ നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ വഴി മാത്രമേ എന്താകുന്നുള്ളൂ ഇവിടെ പറയുന്നുള്ളൂ. അമലിൻ്റേത് നമുക്ക് ആദ്യം അമലിൻ്റേത് എന്താക്കുക ഡിസ്കസ് ചെയ്യാം. 40,000 അമൽ കൊണ്ടുവന്നത് 1-ാം തീയതി. അതാണ് ഓക്കെ. അങ്ങനെ 5-ാമത്തെ മാസം വരെ ആ 40,000 ആണ് അമലിൻ്റെ നമ്മുടെ കയ്യിലുള്ളത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റിലെ ഈ 40,000 എന്നുള്ളത് 5 മാസമാണ്. 4 മാസമാണ് നമ്മുടെ കയ്യിലുള്ളത്. 1-ാമത്തെ മാസം, 2-ാമത്തെ മാസം, 3-ാമത്തെ മാസം, 4-ാമത്തെ മാസം. 5-ാമത്തെ മാസം എമൗണ്ട് മാറുകയാണ്. അപ്പോൾ 40,000 ഇൻറ്റു ഇൻട്രസ്റ്റ് എത്രയാണ് അവിടെ പറയുന്നത്? 6% ആണ്. അപ്പോൾ 40,000 ഇൻറ്റു 6/100 ഇൻറ്റു 4/12. 4 എന്നുള്ളത് മാസത്തിൻ്റെ കണക്കാണ്. അങ്ങനെ 5-ാമത്തെ മാസമായപ്പോൾ ഇതിന് എന്തായിരുന്നു? അത് 20,000 അഡീഷണൽ ക്യാപിറ്റൽ വന്നു. അപ്പോൾ അവൻ്റെ ക്യാഷ് ബിസിനസ്സിൻ്റെ കയ്യിൽ 60,000 മാറി. ഓക്കെ, അപ്പോൾ പിന്നെ എങ്ങനെ ഉണ്ടാവുക? 60,000 ഇൻറ്റു 6/100 ഇൻറ്റു ഇനി അതിന് ശേഷം കൊടുക്കേണ്ട എന്താ? ആ 60,000 എത്ര മാസം നമ്മുടെ കയ്യിലുണ്ട്? എത്ര മാസം ഉള്ളത്? 10-ാമത്തെ മാസം എന്താകാണ്? പിൻവലിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ എമൗണ്ട് കുറയും. ഈ 60,000 എന്നുള്ളത് 5-ാമത്തെ മാസം 6, 7, 8, 9 10-ാമത്തെ മാസം എമൗണ്ട് മാറുകയാണ് 1-ാം തീയതി. അപ്പോൾ 5 മാസമാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ 5/12 60,000 ഇൻറ്റു 6/100 ഇൻറ്റു 5/12 അതിൻ്റെ എമൗണ്ട് പ്ലസ് 40,000 എമൗണ്ട് പ്ലസ് 60,000 എമൗണ്ട് പ്ലസ്. ഇനി എന്താവുകയാണ്? 10-ാമത്തെ മാസം മുതൽ 10,000 വിഡ്രോ ചെയ്തിട്ടുണ്ട് 10-ാമത്തെ മാസം. അപ്പോൾ 60,000 - 10 = 50,000. 50,000 ആണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ 50,000 ഇൻറ്റു 6/100 ഇൻറ്റു 10-ാമത്തെ മാസം അല്ലേ? അപ്പോൾ 10
11, 12 3 മാസം നമ്മുടെ കയ്യിൽ അവൻ്റെത് 50,000 ഉള്ളത്. അപ്പോൾ 50,000 ഇൻറ്റു 3/12 ഇൻറ്റു 6/100 ഈ 3 എമൗണ്ട് എന്തൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ ആരുടെ കിട്ടും? അമലിൻ്റെ കിട്ടും. ബിമലിൻ്റെ അങ്ങനെ തന്നെ ചെയ്യുക. പക്ഷേ ബിമലിൽ എന്തില്ലാന്നോ വിഡ്രോ കാണുന്നില്ല. അതുകൊണ്ട് 60,000 രണ്ടാമത് അവൻ്റെ കൊണ്ടുവരുന്ന 30,000 കൂടെ കൂട്ടിയാൽ 60,000 നമ്മുടെ കയ്യിലുണ്ട്. അത് 5-ാമത്തെ മാസം മുതൽ ആ വർഷം അവസാനിക്കുന്നത് വരെ എത്രയാണ്? 60,000 ഉള്ളത്. അതിൻ്റെ ഇടയിൽ വിഡ്രോ എന്ന് പറഞ്ഞ സാധനം എന്താണെന്നില്ല വരുന്നില്ല. ഓക്കെ, ഇനി എക്സ്പ്ലെയിൻ ബ്രീഫ്ലി പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ബ്രീഫായിട്ട് ഒന്ന് വിശദീകരിക്കാനാണ് പറഞ്ഞത്. എന്താണ് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞ സാധനം? അപ്പോൾ പറയാം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഈസ് എക്സ്റ്റൻഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. എക്സ്റ്റൻഷൻ അതിൻ്റെ ഒരു വിപുലീകരിച്ച രൂപമാണ്. ഓക്കെ, ഇറ്റ് ഈസ് പ്രിപ്പയർഡ്, തയ്യാറാക്കപ്പെടുന്നു ടു ഷോ കാണിക്കാൻ വേണ്ടിയിട്ട്. ഹൗ ദ പ്രോഫിറ്റ്സ്, എങ്ങനെയാണ് പ്രോഫിറ്റ്സ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ്, അത് വിഹിതം വെക്കപ്പെടുന്നത് എമംഗ് ദ പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ എങ്ങനെയാണ് ഇത് വിഹിതം വെക്കപ്പെടുന്നത് എന്ന് കാണിക്കാൻ വേണ്ടി തയ്യാറാക്കപ്പെടുന്ന ഒരു അക്കൗണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞ സാധനം. ഓക്കെ, ഇനി അവസാനത്തെ ചോദ്യം 40 ചോദ്യം എന്താക്കി നമ്മൾ ഈ ഫസ്റ്റത്തെ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തു കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് പഠിച്ച് പോയാൽ എന്തായാലും ഈ ചാപ്റ്ററത്തെ മാർക്ക് എന്താണ് ഷുവറാണ് കേട്ടോ. ഓക്കെ, നോക്കുക. അജയും വിജയും സൂരജും ആർ പാർട്ട്നേഴ്സാണ്. അവരുടെ എത്രയാണ്? 3:2:1 ഇതാണ് അവരുടെ റേഷ്യോ എന്ന് പറയുന്നത്. ഇനി നോക്കുക, സൂരജ് എന്ന് പറഞ്ഞാൽ അവസാനത്തെ ആളാണ്. അയാൾക്ക് ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ട് 8,000 എന്ത് കിട്ടും എന്നുള്ളത്. 8,000 എന്തായാലും അയാൾക്ക് കിട്ടുമെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് ചോദിക്കുന്നത് ആ വർഷത്തെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 36,000 ആണ്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ 2024 സേ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ് കേട്ടോ. അപ്പോൾ നോക്കുക, ഇത് സിമ്പിളാണ്. വേറൊരു കണക്കും എന്താകുന്നില്ല ഇവിടെ വരുന്നില്ല, അത്ര മാത്രമേ വരുന്നുള്ളൂ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഓക്കെ, പ്രോഫിറ്റ് എത്രയെന്നാണ് പറഞ്ഞത്? 36,000 വരുന്നത് അല്ലേ? ഇതാണ് ഇവിടുത്തെ പ്രോഫിറ്റ്, 36,000. ഇനി നമ്മൾ പറഞ്ഞു സൂരജിന് എത്ര കൊടുക്കുക? 8,000 മിനിമം പറഞ്ഞിട്ടില്ലേ? കണക്കനുസരിച്ച് സൂരജിന് എത്ര കിട്ടുള്ളൂ? 36,000 ഇൻറ്റു 1/6 കിട്ടുള്ളൂ. 36,000 ഇൻറ്റു, അപ്പോൾ ചെറിയ പൈസ 6,000 അത്ര ഉണ്ടാവുള്ളൂ. ഓക്കെ, പക്ഷേ ഇവനോട് ഗ്യാരണ്ടി എന്ത് പറഞ്ഞിട്ടുണ്ട്? 8,000 തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്താക്കാന്നോ, സൂരജ് 8,000 ഇവിടെ എഴുതുക. ഇനി എത്ര ബാക്കിയുള്ളത്? 24,000 ബാക്കിയുള്ളത്. ആ 24,000 എന്ത് ചെയ്യണമെന്നോ ഇവൾക്കിടയിൽ വിഹിതം വെച്ച് കൊടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, 24,000 ഇൻറ്റു 3:2 അല്ലേ അവർ തമ്മിലുള്ള റേഷ്യോ? അപ്പം 3/5. അപ്പം ഇവിടെ ഫസ്റ്റ് താക്ക് 14,400 ഉണ്ടാവും. 14,400 ഫസ്റ്റ് താക്ക്. രണ്ടാമത്തെ താക്ക് എത്ര ഉണ്ടാവും? സോറി, ചെറിയൊരു മാറ്റം ഉണ്ട് കേട്ടോ. 36,000 8,000 കുറക്കണം. 36,000 മൈനസ് 8,000. അപ്പോൾ ബാക്കി ഉണ്ടാകുക 28,000 ആണ്. ഓക്കെ, 28,000 ബാക്കി ഉണ്ടാകുക. ആ 28,000 ഇൻറ്റു ഇനി ഇവർ തമ്മിലുള്ള റേഷ്യോ എത്രയാണ്? 3:2 അല്ലേ? അപ്പോൾ ടോട്ടൽ 5 ഉണ്ട്. 3/5 സമം 16,800 ആണ് ആർക്കുണ്ടാവുക? ഫസ്റ്റ് താക്ക് ഉണ്ടാവുക 16,800. ഓക്കെ, രണ്ടാമത്തെ താക്ക് എത്ര ഉണ്ടാകുക നോക്കുക? 28,000 ഇൻറ്റു 2/5 11,200 രണ്ടാമത്തെ താക്കും ഉണ്ടാവും. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ നമ്മൾ എല്ലാ ക്വസ്റ്റ്യനും എന്താക്കിയതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. നല്ല രൂപത്തിൽ എന്താക്കുക, വീണ്ടും കേൾക്കുക. കണക്കുകൾ കേട്ട് മാത്രം പോയി കഴിഞ്ഞാൽ കിട്ടൂല. അതെന്താക്കണം, എന്തായാലും റെഫർ ചെയ്യണം, എന്നാൽ മാത്രമേ എന്താവുള്ളൂ കിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, അസ്സലാമു അലൈക്കും.